നമസ്കാരം സാർ. സാർ, 1999 ഡിസംബർ 24 ഇന്ത്യൻ പ്രവിശ്യയിൽ പ്രവേശിച്ച വിമാനത്തെ ഭീകരർ ഹൈജാക്ക് ചെയ്യുന്നു. ഹാണ്ടകാർ വിമാനം. ആ വിമാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റോയുടെ മുൻ മേധാവി പറയുന്ന കാര്യങ്ങൾ ഏറെ ഗൗരവമുള്ളത് തന്നെയാണ്. അതായത് കാണ്ഡഹാർ വിമാനം റാഞ്ചിയത് അമൃതസറിൽ വിഡ്ഢിത്തങ്ങൾ സംഭവിച്ചു, ISIക്ക് പങ്കുണ്ട എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നേരത്തെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനമൊക്കെ പുറത്തു വന്നതാണ്. എന്താണ് സാർ അവിടെ സംഭവിച്ചതിൽ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്താണ് ഇപ്പോൾ ഈ പുറത്തു വരേണ്ടതായിട്ടുള്ള മറ്റു കാര്യങ്ങളുണ്ടോ? അതില് പുറത്തു വരേണ്ടതായിട്ടുള്ള മറ്റു കാര്യങ്ങളുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ അതിനകത്തുള്ള കുഴപ്പമെന്ന് പറഞ്ഞ ഒരു വലിയ ലാപ്സ് ഈ കാര്യത്തിലുണ്ടായി, ഒരു വീഴ്ച ഉണ്ടായി എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഒരു ഗോൾഡൻ അവേഴ്സ് നമ്മൾ പറയുന്ന സുവർണ നിമിഷങ്ങളെന്ന് പറയാം, ഗോൾഡൻ അവേഴ്സ്. ആ ഗോൾഡൻ അവേഴ്സിനകത്ത് ആക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് എപ്പോഴും ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എല്ലാം ചെയ്യേണ്ടത്. ഇതുപോലെ അത്ര വളരെ അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ഈ ഗോൾഡൻ അവേഴ്സിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അന്നേരം ആക്ട് ചെയ്യാനുള്ള സമയത്ത് ആക്ട് ചെയ്യണം. നമ്മൾ കണ്ടിട്ടുള്ളതാണ് എൻ്റെ ബേ ഇൻസിഡൻ്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇസ്രയേലിൽ പോയി അവരുടെ വിമാനം എങ്ങനെ എടുത്തുകൊണ്ട് വന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അത് എല്ലാ ആളുകളെയും മോചിപ്പിക്കുന്ന നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഇൻസിഡൻ്റ് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അത് ആ ഗോൾഡൻ അവേഴ്സിൽ ആക്ട് ചെയ്തു എന്നുള്ളതാണ് അവിടെ നടന്ന കാര്യം. ഇനി ഇവിടെ ഉള്ള പ്രശ്നം, അതായത് ഇത് നമ്മുടെ IC-814 എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം, അത് കാഠ്മണ്ഡുവിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്ന വിമാനമാണ്. അമൃത്സറിലേക്കോ മറ്റോ പോകുന്ന വിമാനമാണ്. അപ്പൊ ഈ വിമാനം ആ ഇന്ത്യൻ അതിർത്തി വ്യോമാതിർത്തിയിലേക്ക് കയറിയ ഉടനെ തന്നെ റാഞ്ചാണ്. അതാ വന്നേക്കുന്ന ഹൈജാക്ക് ആ സമയത്താണ് സംഭവിക്കുന്നത്. അതിന് സംശയമൊന്നുമില്ലാതെ ISIയുടെ, അതായത് ഇന്റർ സ്റ്റേറ്റ് ഇന്റലിജൻസ്, പാകിസ്ഥാന്റെ ISIയുടെ ഇടപാട് അതിനകത്തുണ്ടെന്നുള്ളതിന് വേറെ സംശയമൊന്നും വേണ്ട. അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചയുടെ ആവശ്യമില്ല. കാരണം അത് തന്നെയാണ് പ്രശ്നം. അവിടെ കുറെ ഭീകരരെ നമ്മുടെ ജയിലിൽ കിടക്കുന്നവരെയൊക്കെ പറഞ്ഞയക്കണം എന്നുള്ള രീതിയിലാണ് ആ ഡിമാൻഡ് വന്നത്. അപ്പൊ ഈ വിമാനം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നേരെ അത് അമൃത്സറിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് നേരെ ലാഹോറിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു, പാകിസ്ഥാൻ. അപ്പോൾ ലാഹോറിലേക്ക് പോകാൻ ഇന്ധനമില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും, പൈലറ്റ് പറഞ്ഞെങ്കിൽ പോലും സ്വന്തമായിട്ട് അങ്ങോട്ട് തന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ആ തോക്കിൻ മുനയിൽ നിർത്തി അവിടെ പാകിസ്ഥാൻ ലാഹോറിൽ ചെന്നു. പക്ഷേ ലാഹോറിൽ നിന്ന് ഇന്ധനം നിറയ്ക്കാനുള്ള അവസരം അന്നേരം കൊടുക്കുന്നില്ല. കാരണം അത് സമ്മതിക്കുന്ന ഒരു ലക്ഷണം കണ്ടില്ല. അവിടെ ലാൻഡ് ചെയ്യാനുള്ള അനുമതി ഉണ്ട്. അപ്പോൾ പൈലറ്റ് പറഞ്ഞു നമുക്ക് അമൃത്സറിൽ പോയിട്ട് അവിടെ നിന്ന് നിറയ്ക്കാമെന്ന് പറഞ്ഞു, ഇന്ധനം നിറയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സോടാണ് ഇവർ സമ്മതിക്കുന്നത്. ഈ റാഞ്ചിയുടെ സമ്മതിച്ചു നേരെ അമൃത്സറിൽ വരാൻ. ഇതാണ് പ്രശ്നം. ഈ അമൃത്സറിൽ വന്നപ്പോൾ അവിടുന്ന് ഇന്ധനം നിറയ്ക്കാൻ കൊടുക്കാൻ തയ്യാറായില്ല. നേരെ മറിച്ച് 50 മിനിറ്റ് ഈ പ്ലെയിൻ അവിടെ ഡീറ്റെയിൻ ചെയ്യാൻ പറ്റി. ഈ 50 മിനിറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന സുവർണ നിമിഷങ്ങൾ. ഈ 50 മിനിറ്റ് കൊണ്ട് നമ്മുടെ കമാൻഡേഴ്സ് ഒക്കെ വിചാരിച്ചിരുന്നെങ്കിൽ അവിടെ ഒരു വന്ന് അതിനകത്തൊന്ന് ഇരച്ച് കയറി അത് എവന്മാരെയൊക്കെ കീഴ്പ്പെടുത്തിപ്പാം. പക്ഷെ അത് ചിലപ്പോൾ ജീവനൊക്കെ ആളുകളൊക്കെ പറയാനൊക്കുന്നില്ല, കാര്യമില്ല. അപ്പോൾ അന്ന് അവിടുത്തെ ചീഫ് മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ, അതുപോലെ ചീഫ് മിനിസ്റ്ററുമായിട്ടല്ല, അവിടുത്തെ എനിക്ക് തോന്നുന്നത് അതായത് പോലീസിന്റെ മേധാവി, അവിടുത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അയാൾക്ക് അവിടെ ഒരു രക്തച്ചൊരിച്ചിലുണ്ടാകുന്നത്. പക്ഷെ ഇത് ഈ 50 മിനിറ്റ് ഇവര് അവിടെ നിന്ന് കാര്യം പറഞ്ഞ് കളഞ്ഞു. പീരീഡ് മുഴുവൻ ഡൽഹിയിൽ നിന്നുള്ള ഒരു ആ ഇൻറ്റിമേഷനൊന്നും ഇവർക്കൊന്നും വരുന്നില്ല പ്രോപ്പറായിട്ട്. അതാ ഞാൻ പറഞ്ഞത്, പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ കഴിവുള്ള ആരും അന്നില്ലായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അതാണ് ഇതിൽ സംഭവിച്ചേക്കുന്ന വീഴ്ച. അതിനിടയിൽ ഈ റാഞ്ചികൾ ഇതിൽ ഒരു യാത്രക്കാരനെ, അതായത് 191 യാത്രക്കാരൻ മൊത്തം കൂടെ ഉള്ളതാണ് അതിനകത്ത് ആളുകൾ. അതിലൊരു യാത്രക്കാരനെ അവർ വെടിവെച്ചു. അയാളെ എതിർപ്പ് ഏതാണ്ടോ ചെയ്തതാണ്. മാത്രമല്ല അയാൾ ഇങ്ങനെ കൊല്ലും എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമാവാനേ സാധ്യതയുള്ളത്. വേറെ ആരെയും ഒന്നും ചെയ്തിട്ടില്ല. അവരെല്ലാം തോക്കിൻ മുനയിൽ ഇങ്ങനെ പേടിച്ചിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
ഇത് കഴിഞ്ഞതിന് ശേഷം ഈ വിമാനം നേരെ വീണ്ടും ഈ അമൃത്സറിലേക്ക് ലാഹോറിലേക്ക് പോവാണ് ഇവിടുന്ന്. കാരണം ഇവിടുന്ന് പോയേ പറ്റും. അവസാനം ആ ഇന്ധനമില്ലെന്ന് പറഞ്ഞെങ്കിൽ പോലും ഈ പൈലറ്റിനെ കൊണ്ട് നിർബന്ധമായിട്ട് ധരിപ്പിച്ച് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഇവിടെ ലാഹോർ ചെന്നു. ഇത്രയും സമയം കളഞ്ഞ് നമ്മൾ ആലോചിച്ചോളാം. ലാഹോറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അവര് ആദ്യം അനുമതി നിഷേധിച്ചെങ്കിലും അവിടെ ഇന്ധനം നിറയ്ക്കാനുള്ള അവസരം മാത്രം കൊടുത്തു. അങ്ങനെ വിമാനത്തിൽ ഇന്ധനം ആവശ്യത്തിന് നിറച്ചിട്ട് നേരെ UAE അവിടെ എയർപോർട്ടിലേക്ക് അവിടെ ചെല്ലാനായിട്ട് ഈ റാഞ്ചുകൾ ഡയറക്റ്റ് ചെയ്തു. പൈലറ്റ് അങ്ങോട്ട് അവിടെ ചെന്ന് ഇറങ്ങി, വിമാനം ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടുന്ന് ആണ് ഒരു 15 യാത്രക്കാർ, ഇതിൽ വയ്യാത്ത കുറേ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് വളർത്തല്ലേ ഇത്രയും നേരം ഇങ്ങനെ പേടിച്ചരണ്ടിരിക്കല്ലേ. ഈ കൊല്ലപ്പെട്ട ആളിന്റെ ശവശരീരവും വേറെ ഒരു 14-15 പേരെയും അവിടെ കൈമാറി അതേ കൊടുത്തു. അപ്പോൾ ഇന്ത്യൻ അധികൃതര് ഉടനെ UAE ബന്ധപ്പെട്ട് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു കമാൻഡോ ഓപ്പറേഷന് വേണ്ടി അനുവാദം ചോദിച്ചു. ഇവിടെ നടക്കാത്ത കാര്യമാണ് UAE പോയി ചോദിക്കുന്നത്. ഇവിടെ ഈ 50 മിനിറ്റ് ഇഷ്ടം പോലെ സമയം 50 മിനിറ്റ് ഉണ്ട്. 50 മിനിറ്റിനകത്ത് 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് ചെയ്യാതെ UAE ഗവൺമെന്റിന്റെ അടുത്ത് അനുവാദം ചോദിച്ചു. അവിടെ എയർപോർട്ടിൽ ഇങ്ങനെ ഒരു കമാൻഡോ ഓപ്പറേഷന് അവരനുമതി കൊടുത്തില്ല. ഇതാണ് പ്രശ്നം. അത് ഒരുമാതിരിപ്പെട്ട രാജ്യങ്ങൾ അനുവദിക്കുകയല്ല. ഇപ്പോൾ പാകിസ്ഥാനിൽ പോയി ലാഹോറിൽ പാകിസ്ഥാനിൽ ചെന്ന കമാൻഡോ ഓപ്പറേഷൻ പോസിബിൾ അല്ലേ? കാരണം അവിടുത്തെ ISIA തന്നെയാണ് ഈ പണി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് വന്നപ്പോൾ പിന്നെ ഇവിടുന്ന് UAE വിമാനം നേരെ കാബൂളിലേക്ക് പോകാനായിട്ട് പറഞ്ഞു. അവിടെ കാബൂളിലേക്ക് വിമാനം എടുത്തു. പക്ഷെ കാബൂളിൽ ഇത് ലാൻഡ് ചെയ്യാൻ ഒക്കത്തില്ല ഈ ഫ്ലൈറ്റ്. അതിനുള്ള സൗകര്യം ആ സമയത്ത് ഇല്ല, രാത്രിയാണ്. അവിടെ വേണ്ട ലൈറ്റ് ഇല്ല. അങ്ങനെ അവിടുന്നാണ് വീണ്ടും അത് കണ്ടഹാറിലേക്ക് കൊണ്ടുപോകാനായിട്ട് അഫ്ഗാനിസ്ഥാന്റെ താലിബാന്റെ കൈപ്പിടിയിലുള്ള കണ്ടഹാറിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ കൊണ്ടുപോയി ഇറങ്ങി. ഇതാണ് സംഭവം. അപ്പൊ ഇതിനകത്തോട്ട് ലാബ്സ് അന്നത്തെ സർക്കാരുകൾ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിരുന്നുവെങ്കിൽ ഈ ഒരു വീഴ്ച, ഈ 50 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ സമയമല്ല. സാറ് പറയുന്നത് പോലെ നമ്മുടെ കമാൻഡോകൾ ഇരച്ചു കയറിയാൽ ചിലപ്പോൾ ഭീകരരിൽ നിന്ന് നമുക്ക് ആ വിമാനം രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ 50 മിനിറ്റ് വേണ്ട രീതിയിൽ വിനിയോഗിച്ചില്ല എന്നാണ് ഇപ്പോൾ റോയുടെ മുൻ മേധാവിയും പറയുന്നത്. അപ്പോൾ അന്നത്തെ സർക്കാരുകളുടെ വീഴ്ച തന്നെയാണോ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടേണ്ടത്? അതെ അതെ. റോയുടെ ചീഫായിട്ടിരുന്ന അന്നത്തെ ദൗലത്തിന്റെ പ്രസ്താവന ഞാൻ കണ്ടതാണ്. അപ്പൊ അത് ഇന്ത്യ ടുഡേയിലും ഒക്കെ വന്നതാണ്. ഈ അദ്ദേഹം പറയുന്ന ആ കാര്യം എന്ന് പറയുന്നത് വളരെ ശരിയാണ്. അതിൽ വീഴ്ച ഉണ്ടെന്ന് തുറന്ന് സമ്മതിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഗവൺമെന്റിന് ഈ ലാബ്സ് ഉണ്ടായി, വീഴ്ച ഉണ്ടായി. അവിടെ വളരെ വലിയ ഒരു ഡിഫോൾട്ട് ഉണ്ടായി. അത് ഒന്നാമത് ഈ രീതിയിൽ ഇതെങ്ങനെ ഇത് കൊണ്ടുപോകണം, ഈ നിമിഷത്തിൽ ഇതെങ്ങനെ ഇത് കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്താക്കുഴപ്പം ആയിരുന്നായിരിക്കാം. എന്തായാലും ഈ 50 മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് കൈ കിട്ടിയിട്ട് അമൃത്സറിൽ കിട്ടിയതിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഈ 50 മിനിറ്റ് ഈ സാധനം കിട്ടിയതിന് ശേഷം അവിടെ ഒന്നും ചെയ്യാതെ ഒരു കമാൻഡോ ഓപ്പറേഷൻ നടത്താതെ ഈ വിമാനം UAE ചെന്നപ്പോൾ അവിടെ ചോദിക്കുക എന്ന് പറയുന്നതാണ് അതിനകത്ത് ഏറ്റവും വലിയ വിഡ്ഢിത്തമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോഴാണ് ഇവർക്ക് സെൻസ് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമാണ്. അപ്പൊ ഈ ക്രൈസിസ് മാനേജ്മെന്റിലുള്ള കഴിവുകേടാണ് അന്ന് ഗവൺമെന്റിന് ഉണ്ടായെന്നുള്ളതിന് ഒരു സംശയം വേണ്ട. അത് തന്നെയാണ് അവിടെ ആ ലാബ്സ് ഉണ്ടായത്. അത് ഈ ദുലത്തിന്റെ ആ പ്രസ്താവന എന്ന് പറയുന്നത് വളരെ ശരിയാണ്. കാരണം റോയുടെ ചീഫ് ആയിരുന്ന ആള് പറയുന്നത് അദ്ദേഹമൊക്കെ ബന്ധപ്പെട്ടതാണ് ഈ ഇവിടുത്തെ അമൃത്സറിലെ DGP. അപ്പൊ നോക്കിയപ്പോ അവിടുന്ന് അവർക്ക് അപ്പോ അവിടെ ഒരു രക്തച്ചൊരിച്ചിലും ഇതൊക്കെ ഭയന്നിരുന്നുകൊണ്ട് കാര്യമുണ്ട് ഒരു കാര്യത്തിന്. അപ്പൊ ആ സമയത്ത് വേറെ ചിന്തിക്കാനൊന്നും നോക്കത്തില്ല. ആക്ട് ചെയ്യാൻ 50 മിനിറ്റാണ് കിട്ടിയത്. ഈ 50 മിനിറ്റ് ആ പ്ലെയിൻ അവിടെ ഡീറ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞപ്പോൾ ഈ 50 മിനിറ്റിനകത്ത് ഇത് സുഖമായിട്ട് ഇത് ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്യാനുള്ള നിശ്ചയദാർഢ്യം വേണം. അതുപോലെ തന്നെ ആ രീതിയിലുള്ള ഒരു കമാൻഡോ ഓപ്പറേഷനിലൂടെ അവരെ കീഴടക്കി അവരെ കീഴ്പ്പെടുത്തി വിമാനം എടുക്കും. ചിലപ്പോൾ അതിനകത്ത് രക്തച്ചൊരിച്ചിലൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. അത് ഇന്നവിറ്റബിൾ ആണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് അത്രത്തോളം ആയുധങ്ങളൊന്നും ഇവരുടെ കയ്യിലൊന്നും ഇല്ല. കാരണം ഇത് കൊണ്ടു നടക്കുമ്പോൾ പിന്നെ ഈ കാഠ്മണ്ഡുവിലൊക്കെ ഉള്ള പരിശോധനയല്ലേ നമ്മൾ വിചാരിക്കുന്ന പറഞ്ഞതല്ല. അവിടുത്തെ
അവിടുത്തെ സെക്യൂരിറ്റി ചെക്കിലൊന്നും നമ്മുടെ ഇവിടെ നിന്നുള്ള ഒരു ഫുൾ പ്രൂഫായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ചെക്ക് നടക്കുന്നില്ല എന്ന് വേണം പറയാൻ. അതൊന്നുമില്ല. അവിടുന്ന് വന്ന ഫ്ലൈറ്റാണ്. ഏതായാലും അതായത് നമ്മുടെ വ്യോമയാന ചരിത്രത്തിൽ തന്നെ ഒരു ഇരുളടഞ്ഞ ദിവസമായിരുന്നു ഈ 1999 ക്രിസ്മസ് ഈവ്. അതാണ് 24-ാം തീയതിയാണ് രാത്രി, അതായത് ക്രിസ്മസ് 25-ാം തീയതി ക്രിസ്മസ് ഈവിനാണ് ഈ സംഭവിക്കുന്നത്. വളരെ ഇതിന് ശേഷം ഇവിടെ കാണ്ടഹാറിൽ കൊണ്ടിട്ട് വിലപേശിയതിനു ശേഷം 6 ദിവസമാണ് അതിനെടുത്തത്. ഈ 6 ദിവസവും ഈ യാത്രക്കാർ പുറത്തിറങ്ങാൻ വയ്യാതെ അതിനകത്ത് അത്രയും കഷ്ടപ്പെടുകയായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. അതും തോക്കിൻ മുനയിലാണ്. അല്ല, അനങ്ങിയാലേ അവന്മാർ വെടിവെക്കും എന്നുള്ള ഭയം. കാരണം അവർ ഒരുത്തനെ വെടിവെച്ച് കാണിക്കുകയും ചെയ്തല്ലോ, ഒരാളെ വെടിവെച്ച് കൊന്ന് കാണിച്ചു. ഇതൊക്കെ ആയപ്പോഴത്തേക്ക് അത്രയും പാനിക് സിറ്റുവേഷൻ. അവരൊക്കെ അത്രത്തോളം കഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അത്ര ബുദ്ധിമുട്ടായവർ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ ക്രൈസിസ് മാനേജ്മെന്റിൽ വളരെ ഒരു പൂർ പെർഫോമൻസ് ആയിരുന്നു അന്നത്തെ ഗവൺമെന്റ് നടത്തിയത്. അതിന് സംശയിക്കാത്തത്. വളരെ നന്ദി സാർ.